കാത്തിരിപ്പിനൊടുവിൽ അർജുനെ തിരയാനായി ഡ്രഡ്ജർ ഷിരൂർ തീരത്തണഞ്ഞിരിക്കുകയാണ്. വളരെ കാലത്തെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത്. നേരത്തെ കാർവാർ തുറമുഖത്ത് എത്തിച്ച ഡ്രഡ്ജർ സേനയുടെ മേൽനോട്ടത്തിലാണ് ഷിരൂരിൽ എത്തിച്ചത്. ഇനി അർജുനായുള്ള കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്. ഗോവയിൽ നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ ശക്തമായ കാറ്റുമൂലം ഇടയ്ക്ക് നങ്കൂരമിടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. കാറ്റ് ശമിച്ചതിന് ശേഷമാണ് യാത്ര പുനരാരംഭിച്ച് കാർവാറിൽ എത്തിച്ചത്. ഏകദേശം 1 കോടിയോളം രൂപയാണ് ഡ്രഡ്ജർ എത്തിക്കുന്നതിനും പരിശോധനയ്ക്കുമായി കണക്കാക്കുന്നത്. ഇത് കർണാടക വഹിക്കുമെന്നാണ് അറിയുന്നത്. 10 ദിവസത്തെ കരാറാണ് ഡ്രഡ്ജറുമായി ബന്ധപ്പെട്ട് ഉള്ളത്. 10 ദിവസത്തിനുള്ളിൽ ലക്ഷ്യം കണ്ട് ഡ്രഡ്ജറിന് തിരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തികച്ചും പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകാൻ കാരണമായതെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. 3 പേരെ കൂടിയാണ് ഇനി കണ്ടു കിട്ടാനുള്ളത്. ജൂലൈ 16-നാണ് അർജുൻ ഉൾപ്പെടെ 11 പേരെ കാണാതാവുന്നത്. സൈന്യം ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും പല പ്രതിസന്ധികൾ കാരണം രക്ഷാപ്രവർത്തനം നീണ്ടുപോവുകയായിരുന്നു. പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞതിനാലും കാലാവസ്ഥ അനുകൂലമായതിനാലും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് അധികൃതർ. 3ാം ഘട്ട പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നേവി റഡാർ ഉപയോഗിച്ച് കണ്ടെത്തിയ 3 സിഗ്നൽ കാണിച്ച പ്രദേശത്താണ് ഡ്രഡ്ജർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുക. കാര്യങ്ങൾ നേരിട്ടറിയുന്നതിനായി അർജുൻ്റെ സഹോദരീ ഭർത്താവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഗംഗാവലിയുടെ ആഴങ്ങളിൽ മണ്ണും മണൽക്കൂനകളും മരങ്ങളും താണ്ടി അർജുൻ അടുത്തെത്താൻ ഗോവ വാസ്കോഡഗാമ തുറമുഖത്ത് നിന്നും ഷിരൂരിലെത്തിയ ഡ്രഡ്ജറിന് കഴിയട്ടെ എന്നാണ് മലയാളികളുടെ പ്രാർത്ഥന.